പലപ്പോഴും പല സൈറ്റിൽ നിന്നും നമുക്ക് പല മെസ്സേജുകളും കോപ്പി ചെയ്യാനുണ്ടാവും. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കോപ്പി ചെയ്യുന്ന ആളുകളാണ്. പലപ്പോഴും പല സൈറ്റിൽ നിന്നും നമുക്ക് അത്തരം മെസ്സേജുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഏത് മെസ്സേജും നിങ്ങൾക്ക് എങ്ങനെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റിനകത്തുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിനകത്തുള്ള ടെക്സ്റ്റുകൾ എങ്ങനെ കോപ്പി ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് നമുക്ക് പ്രത്യേകിച്ച് ആപ്പൊന്നും വേണ്ട. നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ആപ്പ് ഗൂഗിൾ ക്രോമോ മറ്റോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറയുടെ ചിഹ്നം കാണും. ആ ക്യാമറ ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടതെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ടെക്സ്റ്റാണ് വേണ്ടതെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ടെക്സ്റ്റിന് വേണ്ടി മുകളിലുള്ള ക്യാമറ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്തുള്ള ആ പ്രോഡക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോ ഇതുപോലെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനുള്ള സൗകര്യം ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്പിലോ ഈ ഗൂഗിളിൻ്റെ ഈ ആപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് എന്നുള്ളിടത്തോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, ഹോംവർക്ക് എന്നൊക്കെ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ മെസ്സേജ് നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്ത് ആവശ്യമുള്ളിടത്ത് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ആവശ്യമുള്ളിടത്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ഇതുപോലെ ആ മെസ്സേജ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്നാൽ പല സൈറ്റുകളിൽ നമുക്ക് ചില മെസ്സേജുകളൊന്നും കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സൈറ്റുകളുടെ മെസ്സേജുകൾ എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബ് എടുക്കാം. നമുക്ക് യൂട്യൂബിൽ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഇത്തരത്തിലുള്ള ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് കോപ്പി ചെയ്യാനുള്ള സൗകര്യമില്ല. നമുക്കത് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിൽ ഓരോ സൈറ്റുകളിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും. ഇടത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ആക്ടിവേറ്റ് എന്ന് കാണും. നമ്മൾ പെർമിഷൻ ആക്റ്റീവ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ സെറ്റിങ്സ് എന്ന് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ആ ഒരു ആപ്പിൻ്റെ പേരുള്ള പെർമിഷൻ കൊടുക്കണം. യൂണിവേഴ്സൽ കോപ്പി എന്നാണ് ആപ്പിൻ്റെ പേര്. അത് നമ്മൾ ഇതുപോലെ പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഇടത് ഭാഗത്തേക്ക് വീണ്ടും സ്വൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഏറ്റവും അവസാനത്തേക്ക് എത്തുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്ന് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ യൂണിവേഴ്സൽ കോപ്പി എന്നുള്ളത് എനേബിൾ ആണ് വേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇത് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യേണ്ട മെസ്സേജ് എവിടെയാണെങ്കിൽ അതിവിടെ ഒരു ഉദാഹരണത്തിന് ഇവിടെ കോപ്പി ചെയ്യാനുള്ള മെസ്സേജ് ഇത് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബിൽ ഈ മെസ്സേജ് എങ്ങനെ കോപ്പി ചെയ്യാന്ന്. കോപ്പി ചെയ്യേണ്ട ആ മെസ്സേജ് ഇതുപോലെ സ്ക്രീനിൽ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ ഒന്ന് വലിച്ചു നോക്കുക. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ യൂണിവേഴ്സൽ കോപ്പി എന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എത്ര ക്ലിയർ ചെയ്താലും ഇതിവിടെ ഉണ്ടാകും. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ചോദിക്കും. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് കഴിഞ്ഞാൽ ഈ പേജ് മൊത്തത്തിൽ സെലക്റ്റായി. ഇനി സ്ക്രീനിൽ കാണുന്ന എല്ലാ ടെക്സ്റ്റും നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്യേണ്ട മെസ്സേജിന് മുകളിൽ ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമുക്ക് ആ മെസ്സേജ് ഇവിടെ കാണാനുണ്ട്. ഏറ്റവും മുകളിൽ കോപ്പി ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണും, റൗണ്ട് ബട്ടൺ. ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ മെസ്സേജ് കോപ്പിയായി. നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ ആ മെസ്സേജ് ഇതുപോലെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ കഴിയാത്ത ഏത് മെസ്സേജ് വേണമെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കോപ്പി ചെയ്യാൻ സാധിക്കും. ഏത് സൈറ്റാണെങ്കിലും നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം മെസ്സേജുകൾ വളരെ ഈസി ആയിട്ട് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആ നോട്ടിഫിക്കേഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ സ്ക്രീനിൽ മൊത്തം കോപ്പിയാകും. ഏത് ടെക്സ്റ്റാണോ കോപ്പി ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് കോപ്പി ബട്ടൺ ക്ലിക്ക് കൊടുത്താൽ മതി. ആ മെസ്സേജ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. ഉപയോഗിച്ച് നോക്കുക. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്പാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.